ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷജിദ ഷാജി. വീണ്ടും ഷജിദ ഷാജി. അയ്യേ കേൾക്കാനും വയ്യേ കേൾക്കാതിരിക്കാനും വയ്യ. അങ്ങ് അതുപോലെ ആയിരുന്നു ഇന്നത്തെ ഞാൻ കേട്ട കുറച്ച് വോയിസ് ക്ലിപ്പുകൾ. അപ്പം ഞാൻ ആ വോയിസ് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഷജിദ ഷാജിൻ്റെ നാത്തൂൻ പറഞ്ഞ റംല, അപ്പോൾ ആ റംലിത്ത ഒരു വോയിസ് റംലിത്താൻ്റെ വോയിസ് വിട്ടിരുന്നു പുറത്തേക്ക്. അപ്പോൾ അതൊരു യൂട്യൂബ് ചാനലിൽ ഒരാളാണ് വോയിസ് പുറത്തിട്ടത്. എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു, എന്നാലും ഞാൻ ഒന്നും കൂടി പറയുന്ന അങ്ങനല്ല, എനിക്കതിലുണ്ടായ തോന്നിയ കുറച്ച് സംഭവമാണ് ഞാനിപ്പോൾ ഇത് പറയാൻ പോകുന്നത്. ഇതിൽ എത്രത്തോളം സത്യത ഉണ്ട്, ഇത് ആരുടെ ഭാഗത്താണ് ശരി എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആ റംലിത്ത അയച്ച വോയിസ് അത് എല്ലാത്തിനും ഞാൻ ശരിയാണെന്ന് ഞാൻ പറയില്ല, കാരണം റംലിത്താക്ക് ദേഷ്യമുണ്ടാവും. കാരണം അനിയന്റെ ഭാര്യ അവരുടെ വീട്ടുകാരെയും ഏട്ടന്മാരെയും ഒക്കെ ഇങ്ങനെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ ദേഷ്യം ആർക്കാണ്. പിന്നെ നാത്തൂനല്ലേ, നാത്തൂന്റെ കുറച്ച് നാത്തൂന് ഒരു നാത്തൂന്റെ സ്വഭാവം കാണിക്കാതിരിക്കില്ല. സത്യത്തിൽ ഇത് ഷജിദ ഷാജിയുടെ അവിഹിത ഗർഭം സത്യത്തിൽ ഇത് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സത്യമായിരിക്കാം, അല്ലെങ്കിൽ അല്ലാതായിരിക്കാം. അപ്പൊ രണ്ടും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഇതിന് ഇങ്ങനെ എനിക്ക് ഇതിലൊരു പോയിന്റ്സ് തോന്നിയത്, കാരണം എല്ലാം പറയായിരുന്നു റംലക്ക്, എന്നാലും ഈ ഒരു കാര്യം വിട്ടിട്ട് ബാക്കിയുള്ള കാര്യം പറയുന്നു. കാരണം 4 മാസത്തോളം ഇവൾ ഗർഭം ധരിച്ചു, അത് അബോർഷൻ ചെയ്തു, ഉമ്മാന്റെ കൈ കടിച്ചു കയറി, ഇവളെ കൈ ഞരമ്പ് മുറിച്ചു. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം പറയായിരുന്നു. വേണമെങ്കിൽ അത് പറയണം ഒരു നിർബന്ധം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ, നിന്റെ സംഭവമൊക്കെ എനിക്കറിയാം, അപ്പം നീ എൻ്റെ വീട്ടുകാരെയോ എന്നെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും മീഡിയയിൽ മുമ്പിൽ വന്ന് പറയും എന്ന് അവൾക്ക് പറയായിരുന്നു. പക്ഷെ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം ഇതിന് ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ ഷജിദ ഷാജിക്ക് 5 മക്കളുണ്ട്. അപ്പം 5 മക്കൾ പഠിക്കാൻ പോകുന്നുണ്ട്. ആ പഠിക്കുന്ന ആടെയും ഇവർക്ക് എന്തെങ്കിലും കളിയാക്കലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയോ, അല്ലെങ്കിൽ മക്കൾ ഈ വീഡിയോ കണ്ടിട്ട് കേട്ടിട്ട് ചിലപ്പോൾ അവർക്ക് മൈൻഡിലുണ്ടാകുന്ന ഒരു ഡിപ്രഷൻ, ഇല്ലെങ്കിൽ അവർ എൻ്റെ ഉമ്മ ഇങ്ങനെയാണോ ഇല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ എന്നൊരു ചിന്താഗതി ആ മക്കൾ കൂടി വരാതിരിക്കാൻ വേണ്ടി, എന്തായാലും മാങ്ങളുടെ മക്കളല്ലേ, ഒരു വിഷമം കൊടുക്കണ്ട എന്ന് ചിന്തിക്കണമായിരുന്നു. പിന്നെ ഓരോരോ മനുഷ്യന്മാരല്ലേ, അവരുടെ കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേപോലെ നമ്മുടെ ഈ ഷജിദ ഷാജി, ഇവളാണെങ്കിലോ ഈ റംലനേക്കാളും തറ. സത്യം പറഞ്ഞാൽ തറ എന്ന് പറയുന്നത് അങ്ങനെ ചെളി വാരി എറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രണവിൻ്റെ ചാനലിൽ. പക്ഷെ ഇത് ഒന്നൊന്നരൻ്റെ ചെളി, ഇത് എവിടുന്ന് കിട്ടിയ ചെളിയാണെന്ന് എനിക്കറിയില്ല. ഇവർ കുടുംബം മൊത്തം അവിഹിത ഗർഭം ധരിച്ച് നടക്കുന്നവരാണെന്ന് ഇപ്പോൾ തോന്നുന്നു. കാരണം ഇവൾക്ക് റംലനെ കുറിച്ചൊന്നും പറയായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കാമായിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ ഗർഭം നീ തെളിയിച്ച് താ, ഞാൻ എവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്, എവിടെയാണെന്ന് കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതോ ഹോസ്പിറ്റലാണ് ഞാൻ അബോർട്ട് ചെയ്തത് എന്ന് നീ എനിക്കിത് കാണിച്ചതാ, ഇല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും. അങ്ങനെ ഷജിദ ഷാജിക്ക് പറഞ്ഞ് വീഡിയോ ഇടുന്നതിന് ഒരു മാന്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇവൾക്ക് അഹങ്കാരം കണ്ണിലൂടെ ഇങ്ങനെ നടക്കല്ലേ, കണ്ണിലൂടെ അഹങ്കാരം നടക്കുമ്പോൾ ഇവൾക്ക് ചുറ്റുമൊന്നും കാണുന്നില്ല. ഇവൾ എന്താ വിളിച്ച് പറയുന്നത് പോലും ഇവൾക്ക് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഷജിദ ഷാജി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവൾക്ക് ഓക്കെ, ഇവൾ അങ്ങനെയൊക്കെ പറഞ്ഞേയില്ല. ഇവൾ റംലൈത്താന്റെ മകളുടെ പേര്, അവൾ ഇപ്പൊ ഉള്ള സ്ഥലം, റംല ഉള്ളത് സ്ഥലം, അതോ അല്ലാണ്ട് അവളെ ഭർത്താവിന്റെ പേരും ബ്രോക്കറിന്റെ പേരും ഒക്കെ ഇവളെ ഇങ്ങനെ തുറന്നടിച്ച് പറയുന്നുണ്ട്. ഒരു ഉളുപ്പില്ലേ, ഒരു നാണില്ലേ. സ്വന്തം കുടുംബം, ഹസ്ബൻഡിന്റെ കുടുംബമാണെങ്കിലും ഒരു കുടുംബമല്ലേ, നീ ആ കുടുംബത്തിൽ ജീവിച്ചവളല്ലേ, എങ്ങനെ നിനക്ക് ഇങ്ങനെ വലിച്ച് ചെളി വാരി എറിയാൻ തോന്നുന്നു? നിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എന്താ പറയാ, അവരുടെ സ്വഭാവം ഇല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ രീതി അങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ചിട്ട് നിനക്ക് പറയാം. നിന്റെ കുടുംബത്തിൽ നടക്കുന്നതൊക്കെ എനിക്ക് പറയാമായിരുന്നു, പക്ഷെ ഞാൻ നിന്റെ അത്ര താർന്ന നാറിയല്ല എന്ന് നിനക്ക് വിളിച്ച് പറയാമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഒരു മൊത്തത്തിൽ കുടുംബം മൊത്തം ഇങ്ങനെ ചെളിവാരി ഇങ്ങനെ അവൾ പെരട്ടാണ് ഈ ഷജിദ ഷാജി. ഷാനു, നിന്റെ മകളായ ഷാനുവിന് എന്തപ്പോ അവിഹിത ഗർഭമുണ്ടായി, ഇൻസ്റ്റാഗ്രാമിൽ സ്നേഹിച്ചു, അവൻ്റെ കൂടി ഒളിച്ചോടാൻ നോക്കി, എന്നിട്ട് എന്തപ്പാ ലാസ്റ്റ് സ്വർണ്ണം കൊടുക്കലും കൊടുക്കാതിരിക്കലും, അടിയും പിടിയും, മാപ്പ് ചോദിക്കണം മാപ്പ് ചോദിക്കാതിരിക്കണം. എന്താ നീ പറയുന്നത്?
സത്യം പറഞ്ഞാൽ നിനക്ക് നാണയില്ലേ ഷജിത ഷാജി? നിനക്ക് നാണയില്ലേ? ഇതൊക്കെ വിളിച്ച് പറഞ്ഞാൽ നീ നല്ലൊരാളായി എന്ന വിചാരം? നിനക്ക് നിന്റെ അവിഹിത ഗർഭമില്ലെങ്കിൽ അത് തെളിയിക്കേണ്ടത് റംലിത്താൻ്റെ കടമയാണ്. അത് ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. ഏത് ഹോസ്പിറ്റലിൽ വേണം വരാം, ഏത് ഹോസ്പിറ്റലാണ് ഞാൻ കാണിച്ചതെന്ന് തെളിച്ച് തരൂ, അത് ശരിയാണ്. ആ വാക്കുകളാണ് പോയിന്റ് ഉള്ളത്. അല്ലാണ്ട് നീ ആ കുട്ടി നിന്നോട് വിശ്വസിച്ചിട്ട് നിന്നെ ടെറസിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് പറഞ്ഞത് ഇപ്പം നീ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണം. ചിലപ്പോൾ ഇപ്പം ആ പെണ്ണിന് മക്കളുണ്ടാവാം, നിന്റെ മക്കളുണ്ട്. ഇതൊക്കെ ഈ കുടുംബം മൊത്തം ഇങ്ങനെ എന്താ പറയുക, അവിഹിത ഗർഭം ധരിക്കാൻ വേണ്ടി മാത്രം ജനിച്ചു വന്നവരാണോ? എന്താ നീ വിളിച്ച് പറയുമ്പോൾ ഒരു വാക്കിന് നാക്കിന് എല്ലില്ലാന്ന് പറഞ്ഞിട്ട് എന്തും വിളിച്ച് കൂവ എന്ന് പറയാൻ പാടില്ല. നിന്റെ ഈ നമ്മളെ എന്താ പറയുക റിയാക്ഷൻ വീഡിയോക്കാരെ കുറേ ആൾ പുച്ഛിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഫാമിലി വ്ളോഗിനെക്കാളും ഏറ്റവും നല്ലതാണ് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ പറഞ്ഞാൽ ഇത് ഇങ്ങനത്തൊക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു സീരിയൽ പോലെ എഡിറ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നൊക്കെ സത്യമല്ല, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് എന്ന് നമുക്ക് എന്താ പറയാൻ പറ്റുന്നില്ല. കാരണം ഇവർ ഫുൾ ആക്ടിങ് അല്ലേ. ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് സജിത ഷാജിന് ആർക്കെങ്കിലും അറിയോ ഇവൾ ഇത്രത്തോളം ഒരു അഹങ്കാരം മൂത്ത ഒരു എന്താ പറയുക കിബിർ അങ്ങനെ ഒരു മൂത്തൊരു പെണ്ണാണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയോ? നമ്മളെന്ത് വിചാരിച്ച് പാവാണ്, ഇവൾക്കൊരു സഹായിക്കാം, ഇല്ലെങ്കിൽ ഇവൾക്കൊരു നല്ല ജീവിതം കിട്ടട്ടെ എന്ന് ദുവാ ചെയ്തു. അതുപോലെ ഇറ്റ്സ് മീ കൈസു, നമ്മുടെ കൈസിക്ക പോലും നല്ലൊരു സപ്പോർട്ടിങ് കൊടുത്തു. പക്ഷെ ഇവൾക്കാണെങ്കിലോ ഒരു മഴവിൽ മനോരമയിലെ ഇന്റർവ്യൂ വന്നിട്ട് അപ്പോൾ ഇവള് ലോകത്തിൽ ഏതോ ഒരു മിസ് ഇന്ത്യയോ അല്ല അറിയപ്പെടുന്ന ഏതോ സ്റ്റാറായി മാറി എന്നാണ് ഇവളുടെ സ്വയം വിചാരം. അല്ലാണ്ട് സത്യത്തിൽ അങ്ങനെ അല്ല കേട്ടാ. സ്വയം വിചാരം അവളത് ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ അവൾക്ക് കണ്ണ് കാണുന്നില്ല, കാണാത്തിൻ്റെ ഇടയിൽ കൂലി ഗ്ലാസ് വെച്ച് നടക്കുന്നുണ്ട്. അത് വേറെ വിഷയം. അത് ഞാൻ വെറുതെ ഒന്ന് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സംഭവം ഇപ്പം നടക്കുന്നത്. ഇപ്പം രണ്ടാമത് പറയുന്നത് എനിക്കതുമല്ല, എനിക്ക് ചിരിക്കാൻ വന്നതെന്ന് അറിയോ, റംല നിന്നെ എനിക്ക് കുറച്ച് അറിയാം, നീ എന്ത് മറ്റേ ബ്രോക്കറിന് കത്ത് കൊടുത്തതും റംലക്ക് എന്തോ ഒരു പൊതു നോക്കുമ്പോൾ അല്ല റംലക്ക് പെണ്ണ് നോക്കുമ്പോൾ ബ്രോക്കർ വഴിയായിട്ടല്ല നമ്മുടെ ഒരു ചക്കന്മാരെ തേടുന്നത്. അപ്പോൾ ആ ചക്കന്മാർ തേടുന്ന ബ്രോക്കറിന് റംല കത്ത് കൊടുത്തെന്നോ അത് കത്ത് മേടിച്ചെന്നോ പിടിച്ചെന്നോ അല്ല ഇപ്പം കിട്ടിയ ആള് ലവ് മാരേജ് എന്നോ പിന്നെ നാത്തൂൻ്റെ മകള് ഇവൾക്ക് വേറൊരു നാത്തൂൻ്റെ മകളുടെ കല്യാണത്തിന് ഇവള് പട്ടിയെ പോലെ നല്ല പണിയെടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ ഒരു വിഷയം വന്നിട്ടാകുമ്പോൾ റംലിത്താൻ്റെ മകളുടെ വിഷയം വന്നിട്ടാകുമ്പോൾ ഇവൾക്ക് എന്താ ഇവളോട് പറയാണ്ട് അവരവർ മെല്ലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ പറയാനുള്ള ഇപ്പം എനിക്കറിഞ്ഞു. കാരണം നിന്റെ നാക്ക് അങ്ങനെയാണ്, നീ ഒന്ന് കിട്ടിയാൽ 100 പേരോട് പറയുന്ന ഒരാളായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവർ മറച്ചു വെച്ചത്. കാരണം കുടുംബത്തിൻ്റെ വിഷയം പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടി അവർ മറച്ചു വെച്ചിട്ടായിരിക്കാം. എന്നാലും ആ റംലിത്താൻ്റെ കുട്ടി നിന്നെ വിശ്വസിച്ചിട്ട് നിന്നെ ടെറസിൻ്റെ മുകളിൽ പോയി പറഞ്ഞിട്ടാകുമ്പോൾ ഇപ്പം എന്തായി ആ പെണ്ണിന് റിട്ടേൺ അടിച്ചു. ഇപ്പം ഇതാ നീ പറഞ്ഞില്ലേ, ഇപ്പം ലോകടി മൊത്തം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ എത്ര പേര് നിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ, അല്ലെ എത്ര പേര് റിയാക്ഷൻ ചെയ്യുന്നവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ, എല്ലാവരും ഇതറിഞ്ഞില്ലേ. ആ പെണ്ണിൻ്റെ കൂടി മാനം നീ കളിഞ്ഞില്ലേ റംലല്ല സജിത. അപ്പോൾ നിനക്കിതിൽ എന്ത് കിട്ടി? ആ പാവം നിന്നോട് എന്ത് ചെയ്തിട്ടാ? അവളെ ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവളെ ഉമ്മക്കാണ് മറുപടി കൊടുക്കേണ്ടത്, അല്ലാതെ അവളെ മക്കളെ വെച്ചിട്ടല്ല. ഏതൊരു ഉമ്മക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പം എനിക്കെന്നെ എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും, പക്ഷെ എന്നെ മക്കളെ പറഞ്ഞാൽ ഞാൻ സഹിക്കത്തില്ല. അതേപോലെയല്ലേ നീ. അപ്പം അതുപോലെ തന്നെ റംലൻ്റെ മകളെ നീ പറയണ്ടായിരുന്നു. അത് നീ ഏറ്റവും വലിയ തെറ്റ് തന്നെ ചെയ്തത്. റംല തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല, റംല തെറ്റും ചെയ്തിട്ടുണ്ട്. പക്ഷെ റംലനെക്കാരും ഇരട്ടി തെറ്റ് ചെയ്തതാണ് നീ. കാരണം അവളുടെ ഉള്ളിലുള്ള സംഭവമൊക്കെ നിനക്ക് പറയാൻ പാടില്ല. പക്ഷെ നിനക്ക് ഇങ്ങനെയും പറയായിരുന്നു. തെളിച്ച് നീ പറയുന്നുണ്ടല്ലോ, ഓക്കെ അത് നീ പറഞ്ഞോ. എന്നാലും ഞാൻ ഇതിൽ രണ്ടുപേരോട് സപ്പോർട്ട് ചെയ്യാനല്ല, എന്നാലും നീ പറഞ്ഞത് ഷാജി പറഞ്ഞ അത് വളരെ കൂടിപ്പോയി എന്ന് പറഞ്ഞു. ഒരു പിടിക്ക് കുറഞ്ഞിട്ട് പോലില്ല. അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റം, ഞാൻ ഫസ്റ്റ് പറഞ്ഞ വീഡിയോയിൽ പോലെ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റാണ് നീ ഇപ്പം കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ നിന്നെ നോക്കാൻ വരുന്ന, നിന്റെ വ്യൂസ് നോക്കാൻ വരുന്നതുകൊണ്ട് എന്തോ അവർക്ക് അറിയാൻ പറ്റാത്തത്, ഇവൾ ഇങ്ങനത്തെ ആളാണെന്ന് അറിയാൻ പറ്റാത്തത്. പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, നിനക്ക് കമൻറ്റ് അയക്കാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിന്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തിനാണ് നീ അങ്ങനെ പറയുമ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ആർക്കെങ്കിലും നിന്റെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൂടെയല്ലോ ചോദിക്കുന്നത്.
അതിന് നിനക്ക് മറുപടി കൊടുക്കാനുണ്ടാവത്തില്ല. അതുകൊണ്ടാണ് നീ കമൻറ്റ് ബോക്സ് ഓഫ് പോലും ചെയ്തത്. അത് നല്ലതാണ്. മറുപടി കൊടുക്കുന്നവരോടൊക്കെ നീ ഇങ്ങനെ അഹങ്കാരത്തോടെ മറുപടി കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യുന്നത്. അതെന്തായാലും നന്നായി നീ ചെയ്തത് പോലും. അപ്പോൾ എന്താ പറയുക, സത്യം പറഞ്ഞാൽ എനിക്കില്ലേ ഈ വീഡിയോൻ്റെ സൈഡിലാണ് ആ ക്ലിപ്പൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കേട്ടിട്ട് അത് ഒരു വല്ലാണ്ട് ഒരു അറപ്പും വെറുപ്പും എന്താ പറയുക, എനിക്ക് തന്നെ ഒരു നാണം കെട്ട ഒരു രീതിക്കായിപ്പോയി എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ക്ലിപ്പ് കൊടുക്കാത്തത്. പിന്നെ എന്താ പറയുക, പിന്നെ നിൻ്റെ ഇറച്ചി വെച്ചിട്ടാണ് ഞങ്ങൾ തിന്നുന്നതെന്ന് നീ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് കുറച്ച് ഒരു മാന്യത ഞാനും വെക്കുന്നുണ്ട്. കാരണം നിൻ്റെ ഇറച്ചി നമുക്കൊന്നും വേണ്ടയേ, നമുക്ക് നിങ്ങളെ ഇറച്ചിനേക്കാളും നല്ലതാണ് നമുക്ക് പോത്തിറച്ചി. നമ്മളെ സ്നേഹിച്ച് വരുന്ന നമ്മളെ സബ്സ്ക്രൈബറിനോട് കള്ളം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചെളിവാരി എറിയുന്ന ഫാമിലി വ്ളോഗിനേക്കാളും നല്ലത് നമ്മുടെ റിയാക്ഷൻ വീഡിയോ. അതിൻ്റെ 100 ഇരട്ടിയാണ് റിയാക്ഷൻ വീഡിയോ നല്ലത് ഞാൻ പറയും. കാരണം നമ്മൾ ഫാമിലി പറ്റിയിട്ടൊന്നും പുറത്തറിയിക്കുന്നില്ല. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തെറ്റ് കണ്ടവിടെ തെറ്റും ശരി കണ്ടവിടെ ശരി എന്ന് പറയുന്നത് കൊണ്ടാണ് ആർക്കും നമ്മളെ പിടിക്കാത്തത്. ശരി കണ്ടപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല, പറയുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കും. പക്ഷെ തെറ്റ് കാണുമ്പോഴാണ് അവർക്ക് ചൊറിഞ്ഞു കയറുന്നത്. കാരണം നമ്മൾ പറയാൻ പാടില്ല ഇവർക്ക് തെറ്റ് എത്ര വേണം ചെയ്യുക. പക്ഷെ നമ്മളെ ജനങ്ങളെ അഭിപ്രായം ഇങ്ങനെ ആയിരിക്കും, ജനങ്ങൾ എന്താണ് അറിയേണ്ടത് അത് നമ്മൾ അറിയിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളെ പിടിക്കാത്തത്. അത് എത്രക്കും നമ്മൾ എന്താ പറയുക, നമ്മുടെ വീട്ടുകാരുടെ അവസ്ഥയും വീട്ടുകാരുടെ ഒരു സംഭവം കള്ളത്തരം ഫുള്ള് കാണിച്ചിട്ടല്ലല്ലോ. റിയൽ ലൈഫും റീൽ ലൈഫും രണ്ടാണ്. നമ്മുടെ എങ്ങനെയാണ് ഇപ്പോൾ കാണിക്കുന്നത് അതാണ് നമ്മൾ മൊത്തത്തിൽ കാണുന്നത്. സംഭവത്തിൽ ഇത്ര തന്നെ, അല്ലാണ്ട് വേറെ ഒന്നല്ല. പക്ഷേ നമ്മൾ ഷാജിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇറ്റ്സ് വെരി ബാഡ്. നമ്മൾ പറയുന്നില്ലേ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ ഒരവസ്ഥ ഇപ്പോൾ ഷജിൻ്റെ കയ്യിൽ. കാരണം ഒരു ഫോണും പിടിച്ചിട്ട് ഫസ്റ്റ് ചെയ്ത യൂട്യൂബ് ചാനൽ, അത് ആ ചാനലിലൂടെ എല്ലാവരോടും നിസ്സഹായ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കാണിച്ചിട്ട് അതിന് ഇത്ര ഗൂഗിൾ പേ അക്കൗണ്ടൊക്കെ കൊടുത്തിട്ട് കുറച്ച് കാശൊക്കെ ആയിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ കൈസിക്കാനോട് പറഞ്ഞിട്ടാകുമ്പോൾ പിന്നെ വ്യൂസും സബ്സ്ക്രൈബർ കൂടിയിട്ടാകുമ്പോൾ കണ്ണ് കാണാത്തൊരവസ്ഥയിലായി. ഞാൻ ഒരൊറ്റ പറയുന്ന എല്ലാ വ്ളോഗേഴ്സോടും നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒതുക്കുക. അത് ഒതുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വ്ളോഗ് പിടിച്ച് കാണിക്കാതിരിക്കുക. നിങ്ങൾ അതിന് ആ വ്ളോഗിന് തന്നെ എടുക്കാതിരിക്കുക. വേറെ എന്തെങ്കിലും വിഷയത്തിൽ പോയിട്ട് വ്ളോഗ് എടുക്കുക. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ എൻ്റെ വീട്ടിൽ അങ്ങനെ ആക്കി, എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തു, എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തു, ഇല്ലെങ്കിൽ എൻ്റെ നാത്തൂർ ഇങ്ങനെ ചെയ്തു, ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരാവശ്യമില്ല. കാരണം നിങ്ങളെ വീട്ടിൽ നടക്കേണ്ട സംഭവം അത് നിങ്ങളെ വീട്ടിൽ തന്നെ നടക്കട്ടെ. അല്ലാണ്ട് ഇത് മറ്റേ സീരിയൽ പോലെയല്ല, ഫിലിം പോലെയല്ല, വേറെ എന്തോ രീതിക്കാണ് ഇപ്പോൾ ഫാമിലി വ്ളോഗൊക്കെ പോയിക്കൊണ്ടുള്ളത്. അപ്പോൾ ഇനി വ്ളോഗ് ചെയ്യുന്നവരോട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ അടുക്കൽ തന്നെ തീർക്കാൻ നോക്കുക. അല്ലാണ്ട് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിത് കണ്ടാൽ റിയാക്ട് ചെയ്യും. ഇനി ആരുടെ വ്ളോഗാണെങ്കിൽ റിയാക്ട് ചെയ്യും. അത് നമുക്ക് എന്താ പറയുക, നമുക്കും ഒരു കണ്ടന്റ് വേണ്ടടോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ഓളെന്ന് ബെല്ല് അടിക്കാൻ മറക്കാതിരിക്കുക.